പഠിക്കാനും മദ്രസയിലും ഇൽമു പഠിക്കാനും ഖുർആൻ പഠിക്കാനും അല്ലാഹുവേ നിന്റെ ദീനിനെ പഠിക്കാനുമുള്ള സൗകര്യം ഒരുക്കി തരാത്ത ഞങ്ങളുടെ കാരണവന്മാരായ മാതാപിതാക്കളെ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്ന് കാണിച്ചു താ പടച്ചവനെ. നജ്അൽഹുമാ തഹത ഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അവരെ ഞാനൊന്ന് വലിച്ചിഴച്ച് അവരുടെ നെഞ്ചിലേക്ക് ഞാനൊന്ന് കയറി നിൽക്കട്ടെ അല്ലാഹ്. നാളെ മക്കൾ മാതാപിതാക്കൾക്കെതിരെ റബ്ബിനോട് പറയുമത്രേ. തീർന്നില്ല, വീണ്ടും പറയുകയാണ് റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പോവാൻ ഞാൻ റെഡിയാണ്. പക്ഷേ എന്റെ ഉമ്മ പറഞ്ഞു അതൊന്നും ഓതിയിട്ട് മോനെ വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ മുസ്ലിയാക്കന്മാര് ഓതിയിട്ട് കണ്ടു. 2000 രൂപ ശമ്പളത്തിനാണ് അയാൾ ജോലി ചെയ്യുന്നത്. എന്റെ പൊന്നു പെങ്ങള്, ഖുർആൻ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടല്ല, സമ്പാദിക്കാനല്ല, പണമുണ്ടാക്കാനല്ല കേട്ടോ. ആഖിറത്തിൽ നിന്നെ രക്ഷിക്കാനാണ് നിന്റെ മോൻ ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്. ഉമ്മാ ഉപ്പാ, ആഖിറത്തിൽ നാളെ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളെ കാണില്ല കേട്ടോ. ഖുർആൻ പഠിച്ച മകനായിരിക്കും നാളെ നിന്നെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കാൻ വരുന്നത് കേട്ടോ. കാരണം അള്ളാഹ് എന്തെന്നും ആഖിറം എന്തെന്നും ഖബറെന്തെന്നും മഹ്ശറെന്തെന്നും സ്വർഗ്ഗമെന്തെന്നും നരകമെന്തെന്നും പഠിപ്പിച്ചത് ആ പരിശുദ്ധമായ ഖുർആനിലൂടെയാണ്. അതിനുവേണ്ടി വഴിയൊരുക്കിയത് എന്റെ ഉമ്മയാണ്, ഉപ്പയാണ്. ആ ഒരു വഴിയിൽ നിന്ന് ഏതൊരു മാതാപിതാക്കളെ തന്റെ മക്കളെ തെറ്റിച്ചു, അവര് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ പോയി പരാതി പറയുകയാ. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ. റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ കാരണവന്മാര് പറഞ്ഞു, ഞങ്ങളുടെ മാമ പറഞ്ഞു, ഞങ്ങളുടെ മാമി പറഞ്ഞു, മോനെ നീ ഇതൊന്നും പഠിക്കണ്ട. ഭൗതികമായ പഠനത്തിലൂടെ കോടാനുകോടികൾ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹുവേ മദ്രസയുടെ പഠനം ഞാൻ ഒഴിവാക്കിയിട്ട് ഭൗതികമായ പഠനത്തിന് കൂടുതൽ താല്പര്യം നൽകി അല്ലാഹ്. ഇന്ന് ഞാൻ ഈ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകാൻ കാരണം എന്റെ മാതാപിതാക്കളും എന്റെ മുൻഗാമികളുമായ രക്ഷകർത്താക്കളാണ് റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ ദുആ ചെയ്യുന്നു. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പരിശുദ്ധമായ ദീനിന്റെ വഴികളിലൂടെ ഞങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും ചെറുക്കന്റെയും ഗേൾഫ്രണ്ടിന്റെയും ബോയ് ഫ്രണ്ടിന്റെയും പിന്നാലെ പോയി ഞങ്ങൾ നാശത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കളെയും കാരണവന്മാരെയും ഡബിളായിട്ട് നീ ശിക്ഷിക്കണേ പടച്ചവനെ. ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറാ. അവരെ നീ ശപിക്കണേ അല്ലാഹ്, ശപിക്കണേ അല്ലാഹ്. മക്കള് നാളെ ആഖിറത്തിൽ പറയുന്നത് ഖുർആനാണ് പഠിപ്പിച്ചത്. അബൂബക്കറിന്റെ വാക്കല്ല കേട്ടോ, പരിശുദ്ധമായ ഖുർആനാണ് ഇത് പഠിപ്പിച്ചത്. മക്കളെ പിഴയ്ക്കാൻ കാരണം ഉമ്മയാണ്, ഉപ്പയാ. ഈ മക്കളെ പിഴച്ചു പോകാനുള്ള കാരണം മാതാപിതാക്കളുടെ തർബിയത്തിന്റെ മോശമാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞിനോടൊപ്പം സഹകരിക്കുന്നത് ഉപ്പയെക്കാളും ഉമ്മയാണ്. 5 വർഷക്കാലത്തോളം ഉമ്മയുടെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്നത് ഈ പൊന്നുമോനാണ്, പൊന്നുമോളാണ്. അതുകൊണ്ട് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, ബിസ്മി ചൊല്ലണം, സലാത്ത് ചൊല്ലണം, നമസ്കരിക്കണം, സലാം പറയണം എന്നുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആദ്യമായി പള്ളിയിലെ ഉസ്താദല്ല കേട്ടോ. ഇവളെ ഗർഭം ചുമന്ന ആ ഉമ്മയാണ്, നൊന്ത് പ്രസവിച്ച ഉമ്മയാ, മുലപ്പാല് കൊടുത്ത ഉമ്മയാണ് കേട്ടോ. ആദ്യത്തെ ഉസ്താദ് ഉമ്മ അല്ല, പള്ളിയിലെ ഉസ്താദൊന്നുമല്ല. നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ആദ്യത്തെ ഉസ്താദ് ഉമ്മ. ഉമ്മ പറയുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ.
കാരണം ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉമ്മയാണ്, ഉപ്പയല്ല. നമ്മൾ രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വരും. ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയെ കൊണ്ട് നമ്മൾ കടയിൽ പോകൂല. നിസ്കരിക്കാൻ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരൂല. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകൂല. ഈ സമയത്ത് മുഴുവൻ നമ്മുടെ കുട്ടികളെ നോക്കുന്നത് നമ്മുടെ ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയുടെ കൂട്ടത്തിൽ ഉമ്മയുടെ നെഞ്ചോടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിന് തർബിയത്ത് കൊടുക്കേണ്ടത് ഉമ്മയാണ്. മോനെ, ആളുകളെ കണ്ടാൽ സലാം പറയണം. മോനെ, മുതിർന്നവരെ കണ്ടാൽ എഴുന്നേക്കണം. മോനെ, വലത് കൈ കൊണ്ട് കഴിക്കണം. മോനെ, ബിസ്മി ചൊല്ലി കഴിക്കണം. മോനെ, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം. മോനെ, പഠിപ്പിച്ചു കൊടുക്കേണ്ടതാരാ? ഉമ്മ. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ വിഷയം ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ ഉമ്മയുടെ മഹത്വം ഖുർആൻ പറയുന്നത്. ഉമ്മാന്റെ മഹത്വം പറയുന്നത്, ഉപ്പാന്റെ മഹത്വം അല്ല, ഉപ്പാന്റെ മഹത്വം അല്ല, ഉമ്മാന്റെ മഹത്വമാണ് പറയുന്നത് ഖുർആനിൽ ഏറ്റവും കൂടുതൽ. കാരണം പ്രസവിച്ചു, ഗർഭിണിയായി, വേദനിപ്പിച്ചു, വേദനയോടെ പ്രസവിച്ചു, പാല് കൊടുക്കുന്നു, ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ഉമ്മക്കാണ്. അതുകൊണ്ട് ആദ്യത്തെ മദ്രസ ഉമ്മ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ ഇത്രയും വലിയ വിലായത്തിന്റെ പദവിയിലേക്ക് എത്താൻ കാരണം എന്തെന്നറിയോ? അത് ഉമ്മയാണ്, ഉമ്മയാണ്, ഉമ്മയാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറയുകയാ, എന്റെ മകന് ഹറാമായ ഭക്ഷണം ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ മകന് ഞാൻ മുല കൊടുക്കുമ്പോ, മുലപ്പാല് കുടിപ്പിക്കുമ്പോ എപ്പോഴും ഞാൻ ഒന്നുവെടുത്തിട്ട് എന്റെ മകന് ഞാൻ മുലപ്പാല് കൊടുക്കാറുള്ളൂ. ഒരിക്കൽ പോലും ഒന്നുമില്ലാതെ എന്റെ മകന് ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല. ഹറാമായ ഭക്ഷണമോ ആരെങ്കിലും വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമോ എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. ഉമ്മാന്റെ ദുആയിക്ക് ഇജാബത്താണ് കേട്ടോ. ഇരിക്കുന്ന ഉമ്മമാർക്ക് അവരുടെ മഹത്വം എന്തെന്ന് അവർക്കറിയില്ല. മഹാനായ ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, ആ ഉമ്മക്ക് ജനിച്ച ഇമാം ബുഖാരി തങ്ങളുണ്ടല്ലോ, ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ കണ്ണിന് കാഴ്ചയില്ലാതെയാണ് ജനിച്ചത്. വർഷങ്ങളോളം കാഴ്ചയില്ലാതെ കഴിഞ്ഞുകൂടിയ ആ മകന് വേണ്ടി സദാ സമയവും ഉമ്മയുടെ ദുആയാണ്. അല്ലാ, എന്റെ പൊന്നുമോന്റെ കണ്ണിന് കാഴ്ച നീ കൊടുക്കണേ അല്ലാ, എന്റെ പൊന്നുമോന്റെ കാഴ്ച നീ വർദ്ധിപ്പിക്കണേ അല്ലാ. എന്റെ മകന് കണ്ണിന് കാഴ്ച നീ കൊടുത്താൽ പരിശുദ്ധ പ്രവാചകന്റെ ഹദീസ് ഞാൻ പഠിപ്പിക്കാമെന്ന് ഒരു നേർച്ച നേർന്നിട്ട് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ ഉമ്മ സദാ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഇതാ സ്വപ്നം കാണുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫർതദ ബസീറാ, നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചു. നിങ്ങളുടെ മകന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഉമ്മ പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പൊന്നുമോന് കണ്ണ് തുറന്ന് കിടക്കുകയാ. അങ്ങനെ ആ മകനെ പരിശുദ്ധമായ സൂറത്തുകളും ഖുർആനിന്റെ ആയത്തുകളും പരിശുദ്ധമായ ഹദീസുകൾ മനനം ചെയ്യാൻ ആ മാതൃഹൃദയം തയ്യാറായപ്പോ ഇന്ന് ഈ പായിപ്പാട്ട് പള്ളിയുടെ മുന്നിലിരുന്ന് ഒരു ഹദീസ് ഞാൻ പറഞ്ഞാലും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവന്ന ആ ഉമ്മാന്റെ ഹദ്റത്തിലേക്ക് അതിന്റെ സവാബ് എത്തുകയല്ലേ? അതിന് കാരണക്കാരാരാ? ബഹുമാനപ്പെട്ട ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോൻ ഇസ്മായിലിനെ പരിചയമില്ലേ? ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ വർഷമായി മക്കളില്ലാതെ കഷ്ടപ്പെട്ടവരാ. 80 വർഷക്കാലത്തോളം അവർ ഇരുവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം പടച്ചവരെ. അങ്ങനെയാണ് 80ാമത്തെ വയസ്സിൽ ആ വന്യവയോധികരായ വൃദ്ധ ദമ്പതികൾക്ക് മകൻ ഇസ്മായിലിനെ അല്ലാഹു സലാമത്തായി സമ്മാനിച്ചത്. അങ്ങനെ ആ ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്നാണ് ആ പൊന്നുമോൻ ഇസ്മായിൽ വളർന്നു വന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ മുഴുവനും ആ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തപ്പോ ഒരു 10-12 വയസ്സായി പിച്ച വെച്ച് നടക്കാനുള്ള സമയമായപ്പോ വാപ്പ വന്നിട്ട് തന്റെ മകന്റെ അരികിൽ വന്ന് കിന്നാരം പറയുകയാ, പൊന്നുമോനെ, നിന്റെ
ഉപ്പ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടടാ കുട്ട. എന്താണ് നിന്റെ അവസ്ഥ? നിന്റെ തീരുമാനം എന്താണ് പൊന്നുമോനെ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒന്നും ചിന്തിച്ചില്ല. ആ പൊന്നുമോൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഫഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. വാപ്പാ, അല്ലാഹുവാണ് സ്വപ്നം കാണിച്ചത് കേട്ടോ. അല്ലാഹുവിന്റെ തീരുമാനമാണ് വാപ്പാ. അത് മറികടക്കരുത് കേട്ടോ, അതിനെതിര് കാട്ടരുത് കേട്ടോ. അതുകൊണ്ട് വാപ്പാ, ഉമ്മ എന്നെ തർബിയത്ത് ചെയ്ത് വളർത്തിയതാണ്. അല്ലാഹ് എന്നെ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ആഖിറം എന്തെന്ന് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പാ, ഈ മകൻ കിടന്ന് തരാം. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങ് പൂർത്തിയാക്കലേ. ഈ മകന്റെ കടയ്ക്കല് കത്തി വെച്ചറുക്കണേ വാപ്പാ. എന്തുകൊണ്ടാ അങ്ങനെ പറയാനുള്ള കാരണം? ആ മകനെ ഇസ്ലാമിക ശരീഅത്തോടെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു ഉമ്മയാണ്. ആ മാതൃഹൃദയത്തിന്റെ നൊമ്പരമാണ് അവിടെ കണ്ടത് കേട്ടോ. അതേപോലെ ഒരു ഉമ്മയുടെ ചരിത്രം ഖുർആൻ പറയുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഭാര്യ പിഴച്ചു പോയവളാ, മോശമായ പെണ്ണായി പോയി. ആ പെണ്ണിന്റെ കീഴിൽ കിടന്നു വളർന്നു വന്ന മകനായിരുന്നു കനാൻ. വാപ്പ ഒരു പ്രവാചകനാണ്. പക്ഷേ ഈ ഉമ്മാന്റെ മന്ത്രത്തിൽ, ഉമ്മാന്റെ കിണയിൽ പെട്ടുപോയിട്ട് വാപ്പാനെ ധിക്കരിച്ച് ജീവിച്ച കനാൻ എന്ന് പറയുന്ന ഒരു മകനെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം വരുന്ന നൂഹേ, സാലിഹീങ്ങളായ സമർത്ഥരായ ജനങ്ങളെയും കൂട്ടിയിട്ട് ആ കപ്പലിൽ നീ ഇന്ന ഭാഗത്തേക്ക് വരണം കേട്ടോ. വലിയ ഒരു ജലപ്രളയത്തിലൂടെ ഈ നാടിനെ ഞാൻ മുക്കിക്കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ മഹാനായ നൂഹ് നബിയും അനുയായികളും കപ്പലിൽ യാത്ര തുടരുമ്പോ തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോ ആഴക്കടലിൽ മുങ്ങി താഴുന്നത് കണ്ടിട്ട് മഹാനായ നൂഹ് നബി വിളിക്കുകയാ, യാ ബുനയ്യ ഇർകം മാനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ കയറി വാടാ മോനെ, ഈ വാപ്പാ പറയുന്നത് ഇന്ന് കേൾക്കടാ മോനെ, ഈ വാപ്പാടെ വഴിയെ ഒന്ന് സ്വീകരിക്കടാ മോനെ. നിലവിളിച്ച് പറഞ്ഞിട്ട് ആ മകൻ പറഞ്ഞതാണ്, പോ മനുഷ്യ, ഞാൻ എവിടെയെങ്കിലും കയറി ഞാൻ രക്ഷപ്പെട്ടോളാം കേട്ടോ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരാശയോടെ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ചോദിച്ചു, ഇന്നബിനി മിൻ അഹ്ലി. അല്ലാഹ്, എന്റെ മോനാണത് പടച്ചവനെ, ഞാൻ നിന്റെ പ്രവാചകനാണ് പടച്ചവനെ. അവനിതാ വഴികെട്ടുപോയി. അല്ലാഹ് ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു തആല നൂഹ് നബിയെ താക്കീത് ചെയ്തിട്ട് പറഞ്ഞു, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക. നൂഹേ, അവൻ നിന്റെ കുടുംബക്കാരനല്ല കേട്ടോ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ സാലിഹായ സന്താനവുമല്ല കേട്ടോ. അവൻ പിഴച്ചുപോയതാ നൂഹേ. കേവലം ഒരു ബീജത്തിൽ ജനിച്ചത് കൊണ്ട് വാപ്പയും മക്കളും ആവില്ല കേട്ടോ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖുർആൻ പഠിപ്പിച്ചത്. തന്റെ മകൻ ദീനീ ബോധമില്ല, ദീനീ ബന്ധമില്ലാത്ത ഒരു വാപ്പായും മകനുമാണെങ്കിൽ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ആ മകനെ കൊണ്ട് വാപ്പാക്ക് ആഖിറത്തിൽ ഒരു ഗുണവും കിട്ടില്ല. ആ വാപ്പ മരിച്ചുപോയാൽ ആ മകനൊരു ദുആയും ചെയ്യില്ല. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ പിഴച്ചുപോയില്ലേ? അതിന്റെ കാരണം ആരെന്നറിയുവോ? ഒരു പുരുഷനായ വാപ്പയല്ല, കൂടുതൽ ബലം നിലനിർത്തിയ ഉമ്മയാണ്. ഉമ്മയും പിഴച്ചു, മോനും പിഴച്ചു. കാരണം ഏറ്റവും കൂടുതൽ ഒരു കുട്ടി വളർന്നു വരുന്ന ഉമ്മയുടെ കൂട്ടത്തില, അല്ലേ? ഉമ്മയുടെ കൂടെയാണോ ഉപ്പാന്റെ കൂടെയാണോ? ഉമ്മാന്റെ കൂടെയാണ്. കുഞ്ഞുങ്ങളെ നോക്ക്, ഈ കുഞ്ഞുങ്ങൾ ആരുടെ കൂടെയുള്ള? മക്കളുടെ പെണ്ണുങ്ങളുടെ കൂടെ ആയിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ല. ഇനി നമ്മുടെ കൂടെ കരഞ്ഞാലോ പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും.
അതിന്റെ ഉദാഹരണങ്ങളാ ഖുർആൻ പറഞ്ഞത്. ഈ മക്കള് പിഴച്ചു പോകേണ്ട കാരണം ഉമ്മ. കാരണം എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഉമ്മ. പെൺകുട്ടികളെ പിഴച്ചു പോകാൻ കാരണം ഉമ്മ. ഫോൺ വിളിക്കുമ്പോ സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഉമ്മ. ആ ഫോൺ എന്താണെന്ന് നോക്കുകയോ, ആ മെസ്സേജ് എന്താണെന്ന് നോക്കുകയോ, അത് ചോദിക്കോ. ഉമ്മയുടെ മുന്നിൽ 2 ചാട്ടം ഈ മോള് ചാടുമ്പോ ഉമ്മ ഒതുങ്ങി. പേടിച്ചു. എന്തായാലും പോയി ചോദിച്ചോ. ഞാനെന്താ ചെയ്യാൻ? ചോദിക്കാനല്ലേ പറ്റുള്ളൂ. അവൾ എന്നെ കടിച്ച് തിന്നു. ഞാൻ എന്ത് ചെയ്യാൻ? കാണ്ടാമൃഗം വരുന്നത് പോലെ എന്റെ നേർക്ക് വരുന്നത്. ആ മൊബൈലിൽ നിന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? എന്തിന് പേടിച്ചു നിന്റെ മകളെ? എവിടെ മുതലാണ് അതിന് തെറ്റ് സംഭവിച്ചത്? നീയാണ് ഗർഭം ചുമന്നത്, നീയാണ് പ്രസവിച്ചത്, നീയാണ് മുല കൊടുത്തത്, നീയാണ് നിന്റെ മടിത്തട്ടിൽ കിടന്ന് വളർന്നത്. നീ പഠിച്ചതാണ് ആ മകള് പാടുന്നത്. നീ പഠിച്ചതേ ആ മകള് പാടൂ. അങ്ങനെ തർബിയത്തിൽ വളർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഉമ്മയെ കണ്ട് ആ മകൻ പേടിക്കുമായിരുന്നു. ഇപ്പൊ മക്കളെ കണ്ടാൽ, ഈ മാതാപിതാക്കളെ കണ്ട ഈ മക്കൾക്ക് യാതൊരു പേടിയില്ല, യാതൊരു മര്യാദയില്ല, യാതൊരു മഹത്വമില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം ഒരു സഹാബ അയ്യുറബ്ബിയ റജുലു ജർവാ ഖൈറുൽ ലഹു മിൻ അയ്യുറബ്ബിയ വലദുൽ ലഹു. മക്കളെ വളർത്തിയിട്ട് കാര്യമില്ല കേട്ടോ. കാരണം മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വിഭാഗം മക്കൾ ലോകത്ത് വരാതെ ലോകം അസ്തമിക്കുകയില്ല. ആ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുന്നതിനേക്കാളും ശ്രേഷ്ഠവും അഭികാമ്യവും ഒരു പട്ടിക്കുട്ടിയെ വളർത്തലാണ് കേട്ടോ. കാരണം ആ പട്ടിക്കുട്ടികൾ ആ യജമാനനോട് നന്ദിയുള്ളവരായിരിക്കും. മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലെ മുതിർന്നവരെ ബഹുമാനിക്കുകയില്ല, കുഞ്ഞുമക്കളോട് കരുണ കാണിക്കുകയില്ല. അങ്ങനത്തെ മക്കളായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്നത്. അങ്ങനത്തെ തെറിച്ച മക്കൾ വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളായിരിക്കും. പണ്ട് മക്കളൊക്കെ വാപ്പാ വാപ്പാന്ന് കേൾക്കുമ്പോ ഉമ്മ അടുത്ത് വിളിച്ചു പെട്ടെന്ന് വാതിൽ ഇരിപ്പുണ്ട്. ഉമ്മ അടുക്കളയുടെ വാതിൽ തുറന്നിടുമ്പോ ഞാൻ അതിലെ കൂടെ കയറി പേടിയാ. അത്ത അവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാ തീർന്നു, സമയം വെച്ചാൽ മതി. ഇന്ന് അത്താമാര് പള്ളിയിൽ ഇശാ നമസ്കരിച്ചു കഴിഞ്ഞിട്ട് ആ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് പൊണ്ടാട്ടിയെ വിളിക്കും, എടീ അവൻ വന്നോടി. മറ്റേ അടിച്ചിട്ട് വന്നോ, മണിച്ചമ്പാട്ടർ അടിച്ചിട്ട് വന്നിട്ടുണ്ടോ, എനിക്ക് പള്ളിയിലോട്ട് വീട്ടിലോട്ട് വരാവോ? കുടിച്ച് നൊരമൂത്ത് കണ്ട അവിടെ സിറ്റ് ഔട്ടിൽ വന്ന് കമന്ന് കിടക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് ഓടി വാ, ഇപ്പൊ കയ്യിലൊരു കത്തി ഇരിപ്പുണ്ട്, ഓടി വാ, ഇപ്പൊ റെഡിയാക്കി തരും. എന്നാ നീ അങ്ങ് കിടന്നോ, ഞാനിവിടെ പള്ളിയിൽ ഉസ്താദന്മാരുടെ ചാപ്പാടിന്റെ ബാക്കി വന്നിട്ട് ഇവിടെ കിടന്നോളാം. കഥ പടച്ച് നീ അങ്ങ് കിടന്നോ. കാലം തിരിഞ്ഞു. പണ്ട് അത്തായെ പേടിച്ച് മക്കള്, ഇന്ന് മക്കളെ അത്ത പേടിക്കുന്നു. വീട്ടിലിപ്പം പേടിയാ, കിടക്കാൻ പേടിയാ. ഈ മക്കളെ പേടിച്ചിട്ട് കിടക്കാൻ പേടിയ. രാത്രി എങ്ങാണ് എന്നെ കൊന്നുകളയോന്ന്. പുട്ടുവക്കുടത്തിനകത്ത് കയ്യും കയറ്റി കൂട്ടി വെച്ചിട്ട് കിടക്കുന്നത്. രാത്രി എങ്ങാണ് കൈയെടുത്ത് തമ്പടിച്ച് സ്വത്ത് മുതലും ഉറക്കത്തി വന്നിട്ടെങ്ങാണ് ഒപ്പിട്ട് പേടിച്ചിട്ട് എല്ലാം ഒളിച്ചു മാറ്റി വെച്ചിട്ട് കിടക്കാം. രക്ഷയില്ല. കാലം പോയി. അങ്ങനത്തെ കാലഘട്ടമായി. എവിടെയാ പിഴവ് സംഭവിച്ചത്? നമ്മുടെ കുഞ്ഞ് വളർന്നു വരുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിച്ച ഓക്കെയാണ്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അല്ല കുട്ടികൾ പിഴച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. അതിന്റെ ഒക്കെ കാരണക്കാർ നമ്മൾ. എന്നാൽ ആഖിറത്തിൽ അള്ളാന്റെ അടുക്കൽ എത്തുമ്പോൾ ഇവന്മാര് നമുക്കെതിരെ തിരിയും. തിരിയാതിരിക്കാനുള്ള ഒരേ ഒരു വഴിയാണ് പരിശുദ്ധമായ ഖുർആൻ. മമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ഖുർആനിനെ മുന്നിൽ നിർത്തിയാൽ ഖുർആൻ നിങ്ങളെ നേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കും. വമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലൻ നാർ. ആരാണോ
ഖുർആനിനെ പിറകിൽ വെച്ചിട്ട് നീ മുന്നിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ആ ഖുർആൻ എന്നെ തള്ളി നേരെ നരകത്തിൽ കൊണ്ടെത്തിക്കുമത്രേ. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി തആല പറഞ്ഞ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കൂട്ടത്തിൽ വരുമെന്ന് പറഞ്ഞതിൽ ഒന്നാമത് സദഖത്തുൻ ജാരിയായി കാണുന്ന പള്ളി പോലുള്ള നന്മകൾ, രണ്ടാമത് വലദിൻ സാലിഹൻ യദ്ഉ ലഹു മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം, ആ സന്താനത്തിന്റെ ദുആ ഉണ്ടോ ആ കബറാളിക്ക് സ്വർഗ്ഗമാ, ആ കബറാളിക്ക് സ്വസ്ഥമായി ഉറങ്ങാം. പള്ളിയിലെ ഉസ്താദ് തന്റെ വാപ്പാക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ തന്റെ ഉമ്മാക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, അഭികാമ്യമാണ് തന്റെ മക്കള് തന്റെ വാപ്പ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അങ്ങനെയുള്ള മക്കളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ മാതാപിതാക്കളെ നിങ്ങൾക്ക് സ്വസ്ഥമായി കബറിൽ കിടക്കാൻ കേട്ടോ. അതിനുള്ള ഒരേ ഒരു വഴിയാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ. എന്നാലും മനസ്സിലാവുള്ളൂ, നന്നാവുള്ളൂ. മറ്റേത് പഠിപ്പിക്കേണ്ടതല്ല, മറ്റേത് മൊത്തം ചള്ള് പഠിത്താണ്. ഇപ്പോ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ചള്ളുപിടുത്തം എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് പഠിപ്പിക്കും, ഖുർആൻ പഠിക്കുമ്പോൾ ഓതി 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 വാപ്പാക്ക് ബർക്കത്തുണ്ടാവും, ഉമ്മാക്ക് ബർക്കത്തുണ്ടാവും, കുടുംബത്തിന് ബർക്കത്തുണ്ടാവും. ഇന്ന് ഞാനൊക്കെ ഈ കോലത്ത് എന്നെ 1985 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ വാപ്പ കഴുത്തിന് പിടിച്ച് കൊണ്ടുപോയി തള്ളിയതാണ്. അന്ന് വാപ്പായും പഴക്കോറിന് ഉമ്മായും പഴക്കോറിന് ഞങ്ങൾ 23 പേര് അന്ന് പഠിച്ചു. 23 പേരിലെ 21 പേര് ഒളിച്ചോടിപ്പോയി. ഞങ്ങൾ 2 പേര് മാത്രം 1988 അള്ളാഹുവിന്റെ കുദറത്തുകൊണ്ട് അന്ന് നമ്മൾ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കാണ്. അന്ന് ഓടിയ പലരും സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്നു, ചെണ്ട കൊട്ടാൻ പോകുന്നു, ക്ലീനിങ് ബെല്ലടിക്കാൻ പോകുന്നു. അവരുടെയൊക്കെ നാട്ടിൽ അഭിമാനത്തോടു കൂടി വിനീതം പോയി പ്രസംഗിക്കുമ്പം എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ മൂക്കിൽ കയ്യും വെച്ച് കരയുകയാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചവരാണ്. അന്ന് ഞങ്ങൾ അത് വലിച്ചെറിഞ്ഞു പോയി. ഇന്ന് ഈ പാതിരാ സമയം 12 മണിയോടടുക്കുന്ന സമയത്ത് ഈ പാതിരാത്രി ഈ ആയിരക്കണക്കായ ആണും പെണ്ണുങ്ങളും ഈ പള്ളിയുടെ മുന്നിൽ ഇരിക്കുമ്പം ഞാൻ എന്തെങ്കിലും വാറോല പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒന്നും ഇരിക്കൂല. ഇത് കേൾക്കാൻ വേണ്ടി നേരത്തെ നിങ്ങൾ ഇരുന്നവരാണ്. എത്രയോ പേര് വിശന്നും സദാഹവും സഹിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്നു പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, ഒരു ഇൽമു പഠിക്കാൻ. എന്തെങ്കിലും അവിടുത്തെ നാവിൽ നിന്ന് വീണാൽ അത് പെറുക്കിയെടുത്ത് അമൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ ജോലി ചെയ്ത ചങ്ങനാശ്ശേരി ജമാഅത്തിൽ നിന്നും കോട്ടയത്ത് നിന്നും കുമ്മനത്ത് നിന്നും വളരെ ദൂരത്ത് നിന്നും എത്രയോ സഹോദരങ്ങൾ, പൊൻകുന്നത്ത് നിന്ന് പോലും ഒരു സഹോദരനോട് പൊൻകുന്നത്ത് നിന്ന് വന്നതാ ഉസ്താദെ, മുണ്ടക്കയത്ത് നിന്ന് വന്ന ഉസ്താദെ. എന്തിനാണ്? എന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല, ഈ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ആയത്തുകളും അടിസ്ഥാനങ്ങളും എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നവരാണ്. അവരാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ മുന്നിൽ ഈ 12ാം മണി വരെ ഒന്നും ആരും ഇരിക്കൂല. ഏത് വലിയ മുഖ്യമന്ത്രി വന്നാലും ഈ 2-3 മണിക്കൂറുകളോളം പ്രസംഗിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒന്നും ആരും ഇരിക്കുകയില്ല. ഒരു പ്രധാനമന്ത്രി വന്നാലും ഇരിക്കൂല. ഇതൊക്കെ ഖുർആനിന്റെ മഹത്വമാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാണ്. ഈ ഖുർആൻ പഠിച്ച ഒരു വ്യക്തിയുടെ മയ്യത്ത് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അല്ലാഹ് ഖബറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്കറിയുമോ? ഒരു പരിശുദ്ധമായ ഖുർആൻ മനനം ചെയ്ത ഒരു വ്യക്തി മരിച്ചുപോയാൽ ആ ഖബറിനോട് അല്ലാഹു അറിയിച്ചു കൊടുക്കുമത്രേ, അല്ലാ തഅകുല ജിസ്മഹു, ആ മനുഷ്യന്റെ ശരീരം നീ തിന്നുപോകരുത് കേട്ടോ ഖബറേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖബർ മനുഷ്യനെ തിന്നുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അറിയോ? ഖബർ മനുഷ്യനെ തിന്നും. ഖബർ തിന്നാത്ത ചില മനുഷ്യരുണ്ട്. അതിപ്പോ പറയാൻ സമയമില്ല, അതെപ്പോഴെങ്കിലും തോപ്പിക്കണ്ടേ പറയാം. ഖബർ തിന്നാത്ത ചില മനുഷ്യരുണ്ട്. ഖബർ തിന്നാത്ത ചില മനുഷ്യരുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ പറയപ്പെട്ട ഹാഫിലിങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് അമൽ ചെയ്യുന്നവർ. ഇദാ മാത ഹാമിലുൽ ഖുർആൻ ഔഹല്ലാഹു ഇലൽ അർള്, ഭൂമിയോട് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു ആ ഖബറിനോട് വിളിച്ചു പറയും, അല്ലാ തഅകുല ജിസ്മഹു, അവന്റെ ശരീരത്തെ തൊട്ടുപോകരുതേ. ഉടനെ ആ ഖബർ മറുപടി പറയുകയാണ്, യാ റബ്ബി, പടച്ചവനെ, കൈഫ
ആകുലു ജിസ്മഹു വകലാമുക ഫീ ഖബി വകലാമുക ഫീ ജൗഫി. ഞാൻ എങ്ങനെയാണ് അവന്റെ ശരീരം ഞാൻ തിന്നുക അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ കലാം അവന്റെ ഖൽബിലുള്ളിടത്തോളം ആ ഖബറിനെ ഞാൻ എങ്ങനെ ആ മയ്യത്തിനെ വേദനിപ്പിക്കും അല്ലാഹ്. തൊടൂല. 12 വർഷം 50 വർഷം കഴിഞ്ഞാൽ ആ ഖബർ നിങ്ങൾ പൊളിച്ചു നോക്കി അതേപോലെ അതേപോലെ. ഉദാഹരണം വേണോ? കേരളത്തിലെ ഉദാഹരണം വേണോ? തമിഴ്നാട്ടിലെ ഉദാഹരണം വേണോ? കർണാടകയിലെ ഉദാഹരണം വേണോ? ഈ അടുത്ത സമയത്ത് മക്കയിൽ 114 ഖബർ പൊളിച്ചു. 74 ഖബറിൽ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അതങ്ങനെ തന്നെ മൂടി അതേപോലെ ഇരിപ്പുണ്ട്. എത്രയോ സ്ഥലത്ത്, ഈ അടുത്ത സ്ഥലത്ത് എത്രയോ സ്ഥലത്ത് അതിനൊക്കെ ആയത്ത് ഹദീസൊക്കെ ഉണ്ട്. സൂറത്തുൽ ബുറൂജ് എടുത്ത് വെച്ച് നോക്കിയോ, അതിന്റെ തെളിവുകളൊക്കെ അതിനകത്തുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. ഇനി സമയം നീട്ടുന്നില്ല. നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് പറ. ഈ വാപ്പാക്ക് ഉമ്മാക്ക് ആഖിറത്തിൽ കിട്ടുന്ന ഗുണം ഞാൻ പറയാം, അല്ലെങ്കിൽ ദുനിയാവിൽ കിട്ടുന്ന കാര്യമല്ല. നിങ്ങൾ മരിച്ചുപോയി നമുക്ക് നല്ല പള്ളി, മുകളിൽ നല്ല സൗകര്യം, ഞാൻ കയറി നോക്കി അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കും, നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കും. അതിനുവേണ്ടി പൈസ ചെലവാക്കി വല്ലാഹി 1 രൂപ പോലും അത് വേസ്റ്റ് ആയി പോവില്ല. ആ മകൻ പഠിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് വാപ്പാക്ക ഉമ്മാക്ക. നിന്റെ മയ്യത്തെടുക്കും, നിന്റെ മയ്യത്ത് കുളിപ്പിക്കും, നിന്റെ മയ്യത്ത് പൊതിയും, നിന്റെ മയ്യത്തിന്റെ അരികിൽ വന്ന് നമസ്കരിപ്പിക്കും, നിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കും, നിന്റെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് ആ ഖബറിന്റെ അടുക്കൽ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു ദുആ ചെയ്യും. ആ ഒരൊറ്റ തുള്ളി കണ്ണീര് മതി നീ രക്ഷപ്പെടാൻ. ഒരൊറ്റ തുള്ളി കണ്ണീര് മതി. ഇൻഷാ അല്ലാഹ് അതിനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്, സ്ഥലമുണ്ട്. ഇനി ബാക്കി എന്റെ സൗകര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്റെ സിസ്റ്റം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല സൗകര്യമുണ്ട്. അതിനുള്ള ഉസ്താദന്മാരെ കൊണ്ടുവന്ന് അതിനുള്ള സെറ്റപ്പ് ആക്കി അതിനുള്ള വഴികളുണ്ട്. അതിന്റെ ചെലവുകളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് വഹിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനുള്ള വഴികൾ ഇവിടെ കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാർ പറ. അല്ലാതെ 5 കോടിയുടെ പള്ളി മാത്രം ഉണ്ടാക്കിയിട്ട് 4, 3, 7 പേർ നിസ്കരിക്കാനുള്ള അല്ല. ഇവിടെ നമുക്ക് 10, 50, 60 കുട്ടികളെ ഇപ്പോൾ പഠിപ്പിച്ച് ഖുർആൻ പഠിപ്പിച്ച് ഈ ഖുർആൻ ഈ പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പായിപ്പാടി പരിസരത്ത് ഒരു അദാബും അല്ലാഹ് ഇറക്കൂല. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് അദാബ് ഇറങ്ങാതിരിക്കാൻ ഇതൊരു വലിയ ഒരു മഹത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ അതിന് ഗുണമുണ്ടാകും. ഇൻഷാ അല്ലാഹ് അവരാണ് നമുക്ക് ആഖിറത്തിലെ മക്കൾ. ദുആ ചെയ്യും, ഖബറിന്റെ അരികിൽ ഇരുന്ന് ദുആ ചെയ്യും. ഖബറിന്റെ അരികിൽ ഇരുന്ന് ദുആ ചെയ്യും. അത് മതി നമുക്ക്. ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്തിനാ ഈ പണം ഇത്രത്തോളം ഉണ്ടാക്കുക അബീവേ? എവിടെ കൊണ്ടുപോകാൻ അബീവേ? എന്തിനു കൊണ്ടുപോകാൻ? എവിടെ കൊണ്ടുപോകാൻ? നിങ്ങൾക്ക് അല്ലാഹു പണം തന്നിട്ടുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടു. ആ പണം കൊടുത്ത് സ്വർഗം വാങ്ങും. ആ പണം കൊടുത്ത് സ്വർഗം വാങ്ങും. ഒരു കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ എത്രയോ ജോലി വാങ്ങുന്നു, എത്രയോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നു. കുറച്ചുകൂടെ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് പണിയെടുക്കുമ്പോൾ 20% കൈക്കൂലി കൊടുക്കുന്നില്ലേ? ആ പണി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ദുനിയാവ് കിട്ടാൻ നീ കൈക്കൂലി കൊടുക്കുന്നില്ലേ? ഇതേപോലെ അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് നീ അല്ലാഹു സ്വർഗ്ഗം വാങ്ങാൻ വേണ്ടി നീ കൊടുക്ക്. സ്വർഗ്ഗം വാങ്ങാൻ വേണ്ടി നീ ചെലവാക്ക്. നമുക്ക് ജീവിക്കാനുള്ള കുറച്ച് പണം മതി. നമ്മുടെ മക്കൾ ആരുടെ മുന്നിൽ കൈ നീട്ടരുത്. നമ്മളും പോയി ആരുടെ മുന്നിൽ ഓസിനുള്ള സാധനം വാങ്ങാൻ നിൽക്കരുത്. നമ്മളും അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് കൊണ്ട് നമ്മൾ ജീവിക്കണം. അത് മതി. ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഉറങ്ങുന്നു, ജീവിക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. അംബാനിയും രാവിലെ ജീവിക്കുന്നു, രാത്രി ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. നമ്മളും രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി അവനും രാത്രി ഉറങ്ങുമ്പോ ഒന്നും അറിയത്തില്ല ഞാൻ കൊട്ടാരത്തില കിടക്കുന്നത്. പിച്ചക്കാരൻ, ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കിടന്നുറങ്ങുന്ന പിച്ചക്കാരൻ, ആ റോഡിന്റെ സൈഡിലോട്ട് ആ മാലിന്യം ഒഴുകുന്ന ആ ചാലിന്റെ അതിന്റെ മുകളിൽ ആ സ്ലാബിന്റെ മുകളിൽ ഒരു വിരിപ്പ് വിരിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു പിച്ചക്കാരൻ, ഒരു യാചകൻ, അവൻ ഉറങ്ങുക കഴിഞ്ഞാൽ അവൻ അറിയുന്നില്ല ഞാൻ ഉറങ്ങുന്നത് എവിടെയാണ്. 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ AC ഇട്ടിട്ട് ഭയങ്കരമായ സ്പ്രിംഗ് കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നവനും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് ഉറങ്ങുന്നത് അറിയില്ല. അറിയോ കണ്ണടച്ച അറിയോ എവിടെയാണെന്ന്? ഉണരുമ്പോഴാണ് ഞാൻ ഇവിടെയാണ് ഉറങ്ങിയത്, ഞാൻ ഇവിടെയാണ്. ഇത്രയുള്ളൂ മനുഷ്യൻ. ഉറങ്ങുമ്പോൾ എല്ലാം തീർന്നു. പക്ഷേ ആ ഉറക്കം സ്വസ്ഥമായ നല്ല ഉറക്കമായി മാറണം. അതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മുടെ പരിശ്രമം. അതിനാണ് നമ്മൾ ഈ പള്ളി പഠിച്ചത്. അതിനാണ് നമ്മുടെ മക്കളെ വളർത്തിയെടുത്തത്. നമ്മുടെ മക്കൾ സ്വർഗത്തിലെ പൂക്കളാണ്. നമ്മുടെ മക്കൾ നാളെ വെള്ളമടിച്ച് മദ്യപിച്ച് നാളെ അവൻ കഞ്ചാവടിച്ച് ചത്തു കിടക്കുന്ന ഒരു ദുരവസ്ഥയെങ്ങാണ് നമ്മൾ കണ്ടാൽ ഇതിന് പരിപൂർണമായി മറുപടി പറയേണ്ടത് ഈ വാപ്പയും ഉമ്മയുമാണ്, ആലിമ്യങ്ങളല്ല, ഉസ്താദുമാരല്ല.
അതുകൊണ്ട് എന്റെ ഉമ്മമാരെ ഞാൻ പറയുന്നു, നിന്റെ കുട്ടി ഇടത് കൈ കൊണ്ട് ബിസ്ക്കറ്റ് കഴിക്കുമ്പോ ആ ഇടത് കൈയിൽ ഒരു തട്ട് തട്ടിട്ട് പറയണം, മോനെ വലത് കൈ കൊണ്ട് പിടിക്ക്, വലത് കൈ കൊണ്ട് കഴിക്ക്. നിന്നുകൊണ്ട് നിന്റെ കുഞ്ഞു മക്കൾ വെള്ളം കുടിക്കുമ്പോ മോനെ ഇരുന്നു കൊണ്ട് നീ കുടിക്കും മോനെ. നിന്റെ മകൻ എന്തെങ്കിലും കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാതെ കഴിച്ചാൽ മോനെ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി കഴിക്കടാ മോനെ. കുടിച്ചു കഴിഞ്ഞാൽ മോനെ അൽഹംദുലില്ലാ പറയടാ മോനെ. പറയിക്കണം. എന്നാൽ ഇസ്മായിൽ നബിയുടെ ഉമ്മയെ പോലെയാകും. എന്നാൽ ഹാജറ ബീവിയെ പോലെ നിങ്ങളായി മാറും. നാളെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഏറ്റവും വലിയ പ്രതിഫലമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാഫി ഇമാമിന്റെ ഉമ്മയെ പോലെയാകാം, ബുഖാരി ഇമാമിന്റെ ഉമ്മയെ പോലെയാകാം, മൗലാന അബുൽ ഹസൻ അലി നദവി റഹ്മഹുള്ളയുടെ ഉമ്മയെ പോലെയാകാം. ഈ ഉമ്മമാരാണ് ഇവർക്കെല്ലാം തർബിയത്ത് കൊടുത്തു വളർത്തിയത്. ആ ഉമ്മയുടെ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. എപ്പോഴും ഏത് സമയത്തും നമ്മുടെ ഉമ്മയാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഉപ്പയെക്കാളും ദുആയ്ക്ക് ഇജാബത്ത് കൂടുതൽ ഉമ്മയാണ്. ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗ്ഗം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത്, ഉപ്പാന്റെ കാലിന്റെ കീഴിൽ എന്ന് പറഞ്ഞില്ല. ഉപ്പാക്ക് മാത്തില്ല എന്നല്ല, അതവിടെ ഇരിക്കട്ടെ. ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗ്ഗം എന്ന് പറഞ്ഞു. കാരണം ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത്. അതുകൊണ്ട് വാപ്പ ഒരു മോനെ അടിച്ചാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ഉമ്മ ഒരു മോനെ അടിച്ചാൽ കുറച്ച് ദേഷ്യം കാണും, പിന്നെ ഉമ്മാന്റെ കൂടെ തന്നെ കൂടും. അതാണ് അതിന്റെ തർത്തീബ്. നമ്മൾ അടിച്ചാൽ ഭയങ്കര ദേഷ്യം, ഉമ്മ അടിച്ചാൽ ഒരു കുഴപ്പമില്ല. വാപ്പ വഴക്ക് പറഞ്ഞാൽ അവന് പിന്നെ ഭയങ്കര വിഷമവും ദേഷ്യം. ഉമ്മ വഴക്ക് പറഞ്ഞാൽ രണ്ട് ദേഷ്യപ്പെട്ട് പിന്നെ വീണ്ടും ഉമ്മാന്റെ കൂടെ കൂടും. കാരണം ഉമ്മുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുന്നവൾ എന്നാണ് അറബിയിൽ ഉമ്മ. അബുൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നിഷേധി എന്നാണ്. എന്നടാ ലേട്ടനെ, എങ്കടാ പോനെ, എന്നടാ പേസറ, മിണ്ടക്കൂടാതെ സുട്ടിടുക. എല്ലാ അബുൻ എന്ന് പറഞ്ഞാൽ അബാ തടയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഉമ്മുൻ അബുൻ തമ്മിലുള്ള വ്യത്യാസം. എത്ര നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മ നിങ്ങളാണ് ആദ്യത്തെ മദ്രസ. നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങളുടെ മക്കൾ നന്നായി. പിഴച്ചു പോയിട്ട് നാളെ ആഖിറത്തിൽ പോയിട്ട് ഈ മക്കൾ പറയും, ആ ഉമ്മയെ ഒന്ന് പിടിച്ചു കിടത്ത് ഞാനൊന്ന് ചവിട്ടട്ടെ, ആ ഉപ്പയെ ഒന്ന് പിടിച്ചു നിർത്ത് ഞാനൊന്ന് ചവിട്ടട്ടെ എന്ന ഒരു അവസ്ഥ നാളെ ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കട്ടെ. ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ പിഴപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും അതിൽപ്പെടുമല്ല. ആ മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് ഇപ്പോൾ നടക്കുന്ന ഈ സന്തോഷം കാണിച്ചു കൊടുക്കണേ അല്ലാ, അറിയിച്ചു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘകാലം ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം 2, 3, 4 ദിവസത്തിനുള്ളിൽ നടക്കും ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് അതിന്റെ പണി വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൈസ പിരിക്കണമെന്നൊക്കെ ഇവര് പറഞ്ഞെങ്കിലും പിരിക്കൂല എന്ന് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ബർക്കത്തിന് വേണ്ടി ഒരു ചെറിയ ഒരു പിരിവ്, അത് വലിയ പിരിവായിട്ട് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് അത് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ഇവർ 3 ഹെലികോപ്റ്റർ ഫാൻ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാനിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പള്ളി മൊത്തം കിട്ടും. പൈസ വാങ്ങിയിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കിയിട്ട് മതി എന്നാണ്. കാറ്റ് കിട്ടുവാണെങ്കിൽ അൽഹംദുലില്ലാഹ് 3 ഫാൻ കൊള്ളാം. ഞങ്ങൾ നല്ല റാഹത്ത്. ഒരു ഫാനിന് 2 ലക്ഷത്തോളം രൂപ വരും. 2 ലക്ഷം രൂപ ഒരു ഫാൻ. 2 ലക്ഷം. അത് കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു ഫാൻ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്. ബാക്കി 2 ഫാൻ ഉണ്ട്. അൽഹംദുലില്ലാഹ് 2 ഫാൻ ബാക്കിയുണ്ട്. ഓരോ കുടുംബം അത് ഏറ്റെടുത്തിട്ട് നല്ലൊരു. കാരണം നമ്മൾ ആ കാലത്ത് കോഴിക്കോട് നമ്മൾ ഉണ്ടായിക്കൊണ്ടു. ഇത് എങ്ങനെ കൊണ്ടുവന്ന് വല്ല
ട്രെയിലറിനകത്തോളം കൊണ്ടുവന്നായിരിക്കും. എന്തായാലും കൊള്ളാം. അതൊന്ന് ചാലുവാകുമ്പോ ഒന്ന് വരണം. അത് പതുക്കെ കറങ്ങുള്ളൂ. പക്ഷെ നല്ല കാറ്റ് എല്ലാവർക്കും കിട്ടും. അങ്ങനത്തെ ഒരു വലിയ ഒരു സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തമീമുദ്ദാരി റളിയല്ലാഹു തആല പറഞ്ഞ പോലെ തമീമുദ്ദാരിക്ക് ആ ഖബർ വിശാലമാക്കി കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത് ആ ഖബർ പ്രകാശിപ്പിക്കാൻ ദുആ ചെയ്തപോലെ ഖബറിൽ അല്ലാഹു നല്ല തണുപ്പിറക്കി കൊടുത്ത് സഹായിക്കാൻ ഇതൊരു കാരണമാകും ഇൻഷാ അല്ലാഹ്. ഒരു 4 പേര് ചേർന്ന് 50,000 രൂപ അതിനുവേണ്ടി നിയത്ത് ചെയ്താൽ ഒരു ഫാനിന്റെ പൈസ, അല്ലെങ്കിൽ ഒരു കുടുംബം ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ ഒരാൾ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ് ഇതൊരു ജാരിയായ സദഖയാണ്. ഇത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. ഈ സദഖത്തുൻ ജാരിയ ഇത് മരിച്ചു പോയാലും അവരുടെ ഖബറിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്നോ നാളെയോ അവസാനിക്കുന്നത്. ഇന്ന് നിങ്ങൾ നിയത്ത് ചെയ്യുമ്പോൾ അത് ഇന്നു മുതൽ അല്ലാഹു തആല അത് രേഖപ്പെടുത്തും. ഇന്ന് ഈ സെക്കൻഡ് മുതൽ അല്ലാഹു തആല രേഖപ്പെടുത്തും. അൽഹംദുലില്ലാഹ്. ആരുണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നാട്ടുകാര് 85 ലക്ഷം രൂപ പിരിച്ച സ്ഥലമാണ് ഇത്. ഞാൻ അന്ന് ഇതിന്റെ തുടക്കത്തിൽ 85 ലക്ഷത്തോളം രൂപ പറയിപ്പിക്കലാണ് നമ്മുടെ ബാധ്യത. വാങ്ങൽ കമ്മിറ്റിക്കാരുടെ ബാധ്യതയാണ്. കൊടുത്തവർക്കും കൊടുക്കാത്തവർക്കും അല്ലാഹു കൂലി കൊടുക്കട്ടെ. കാരണം അവർ കൊടുക്കാത്തവർ ഇപ്പോഴൊക്കെ പതുക്കെ കൊടുക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇത്ര മനോഹരമായ ഒരു പള്ളിയിൽ അൽഹംദുലില്ലാഹ് പിന്നെ ഒരു അവിടെ അസ്മാഉൽ ഹുസ്ന എഴുതാൻ ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട്. നല്ല റാഹത്താണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന ഓതാതെ കിടക്കരുതേ. അല്ലാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ. എങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതായാലും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. പുറപ്പെടുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലണം. 99 ഇസ്മുകൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഇസ്മാണ്. രോഗികളുടെ മേൽ നിങ്ങൾ അത് ഓതി ഊതണം കേട്ടോ. രോഗികൾക്ക് ഓതി കൊടുക്കണം. വെള്ളത്തിൽ ഓതി കുടിക്കണം. അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും അത് കാണാതെ ഓതി നമ്മുടെ നെഞ്ചിൽ ഊതണം. വലിയ ബർക്കത്താണ്. അത് അസ്മാഉൽ ഹുസ്ന ഓതി മരിക്കണം. അല്ലാഹു അതിന്റെ തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ അകത്ത് നല്ല മനോഹരമായ നിലയിൽ 2 അവിടെ വരികളായിട്ട് അതിന്റെ ചുറ്റുവട്ടാരത്തിൽ പിത്തളയിൽ അസ്മാഉൽ ഹുസ്ന അത് എഴുതാൻ ഒരു നിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് 2 ലക്ഷം രൂപയും 50,000 രൂപ അതിന്റെ പണിക്കൂലി. പിത്തളയിൽ എപ്പോഴും വായിക്കാം. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അത് വായിച്ച് എഴുതാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനും അൽഹംദുലില്ലാഹ് ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം ഇതെന്ന് പറഞ്ഞാൽ 10 ദിവസത്തേക്ക് 10 വർഷം 20 വർഷം 20 വർഷം കഴിഞ്ഞാൽ പോളിഷ് കൊടുക്കാൻ മതി. അൽഹംദുലില്ലാഹ് അസ്മാഉൽ ഹുസ്ന ആരുണ്ട് അൽഹംദുലില്ലാഹ് ആ അസ്മാഉൽ ഹുസ്ന ഒന്ന് എഴുതി ആ പള്ളിയിൽ പരിപൂർണമായിട്ട് വെക്കാൻ ഒരു നിയത്ത് ചെയ്യാൻ അൽഹംദുലില്ലാഹ് 10 പേര് ചേർന്ന് ഒരു 30 രൂപ വീതം ഇട്ടാലും മതി. 20 പേര് ചേർന്ന് അൽഹംദുലില്ലാഹ് ഒരു 30 രൂപ ഇട്ടാൽ 2 ലക്ഷം രൂപ അതാവും. അൽഹംദുലില്ലാഹ് അങ്ങനെ വേണമെങ്കിൽ ഒരു നിയത്ത് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒരു ബർക്കത്തായിട്ട് നിങ്ങളുടെ പള്ളിയിൽ ഒന്ന് ഖുർആനിന്റെ ഈ ദിവസത്തിൽ ഈ മക്കൾ വന്ന് ഖുർആനൊക്കെ പാരായണം ചെയ്ത ഈ പുണ്യമാക്കപ്പെട്ട ഈ സദസ്സിൽ ഈ പള്ളി ഉദ്ഘാടനം നടത്തുന്ന ഈ ഒരു സന്തോഷ സുദിനത്തിൽ ആരാണ് അന്ന് ഈ പള്ളിയും മിനാരമോ കുബ്ബയോ ഒന്നും ഇല്ല നമ്മൾ കൊടുക്കുമ്പോൾ സാക്ഷി പറയാൻ ഇന്നിതൊക്കെ സാക്ഷി പറയും. ഇൻഷാ അല്ലാഹ് ഒരാൾ ആരാണ് ബിസ്മില്ലാഹ് അവർക്ക് നല്ല ഒരു കൂലി, നല്ല ഒരു ദുആ അല്ലാഹുവേ അവന്റെ ഇസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മ എടുത്ത് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒരു ദുആ ചെയ്യും. ആ പള്ളിക്ക് ഇതൊരു ജാരിയ സദഖയാണ്. നമ്മുടെ വാപ്പാക്കോ നമ്മുടെ ഉമ്മാക്കോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കോ അവർക്ക് വേണ്ടിയിട്ട് നിയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അവസരം. ഒരു കുടുംബം ഏറ്റെടുക്കാൻ പറ്റിയാൽ അങ്ങനെ, ഇല്ലെങ്കിൽ 10 പേര് ചേർന്ന് 20 പേര് ചേർന്ന് അൽഹംദുലില്ലാഹ് 10 രൂപ 10 രൂപ വീതം 20 പേര് എന്നാലും മതി. എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടും. ആദ്യം ഒരാൾ കൈവക്കും അൽഹംദുലില്ലാഹ് ഉസ്താദ് നാളെ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, പേടിയാണ്, ഭയപ്പാട് വരെ. എന്തിനാ പേടിക്കുന്നപ്പാ? അസ്മാഉൽ ഹുസ്നയ്ക്ക് 50,000 രൂപ ഞങ്ങളുടെ ജമാഅത്തുകാരനാണ്. എല്ലാ ഈ ചങ്ങനാശ്ശേരിക്കാരേ ഉള്ളൂ. നിങ്ങൾ ചുമ്മാ വെറുതെ വായ്പട്ടേറായിട്ട്
നമ്മുടെ കോൺട്രാക്ടർ ഷാജി അൽഹംദുലില്ലാ ഖൂലു തക്ബീർ ഇപ്പോ ഹജ്ജ് കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അൽഹംദുലില്ലാ ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. الله എന്റെ ഇസ്മുകൾ പള്ളിയിൽ രേഖപ്പെടുത്താനാണ് അല്ലാഹ്, കൊത്തിവെക്കാനാണ് അല്ലാഹ്. അത് കണ്ട് ചൊല്ലുന്നവർ ആരെല്ലാം ഉണ്ടോ അതിന്റെയൊക്കെ ഒരു മിഥ്യ തവാബ് അവർക്ക് നീ നൽകണേ റബ്ബേ.